ഇന്നത്തേത് ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ഇവനല്ല കേട്ടോ, ഇത് ചെറുത്. ആൾ കുറച്ച് കുസൃതിയാണ്. വണ്ടിയിൽ നിന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെന്നതും ആശാൻ എൻ്റെ കൂടെ ഇങ്ങ് പോന്നു. എന്താ കാര്യം? വണ്ടിയിൽ കയറാനേ. പിന്നെ അവൻ്റെ വക ഒരു നോട്ടോ, എന്തുവാ ഈ കാട്ടിക്കൂട്ടണേ എന്നുള്ള ചോദ്യത്തോടു കൂടിയുള്ള ഭാവം. ഇതാട്ടോ എൻ്റെ ഫ്രണ്ട് കൃഷ്ണ, കിച്ചു എന്ന് ഞങ്ങൾ വിളിക്കും. ആളുടെ കുട്ടിയാണ് ഇവൻ, ജഗ്ഗു. വളരെ കഷ്ടപ്പെട്ട് ഭക്ഷണം വാരിത്തരുന്ന കിച്ചു സ്നേഹം കൊണ്ടാണെന്നൊന്നും വിചാരിക്കണ്ട, അതൊന്ന് തീർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്നേഹം. അങ്ങനെ ജഗ്ഗുവിൻ്റെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്ര തുടങ്ങി. കുറേ കാലത്തിന് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. അവിടെ ചെന്നിട്ട് എങ്ങോട്ട് പോകണം എന്നൊരു പ്ലാനൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ബട്ട് ഞങ്ങൾ ആദ്യം പോയത് ഫോറം മാളിലോട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഏത് മാളിൽ ചെന്നാലും മിക്ക ആൾക്കാരും കയറുന്ന സ്ഥലം, ഞങ്ങളത് മിസ്സാക്കിയില്ല. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലെ തിരക്കില്ലാത്ത സ്ഥലത്തുകൂടിയുള്ള ഓട്ടമായിരുന്നു. കിച്ചു ചെന്ന് കയറിയതും വീട്ടിലോട്ടുള്ള സാധനങ്ങൾ പെറുക്കാനുള്ള ഓട്ടമായിരുന്നു. ഈ പറയുന്നത് ഞാനും മോശമൊന്നുമല്ല. പിന്നെ തുടക്കത്തിൽ ഒരുമിച്ചായിരുന്നെങ്കിലും ഞങ്ങൾ അങ്ങനെ സ്പ്ലിറ്റായി, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കുകയില്ലേ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് കുറേ രസമുള്ള ട്രീസ്, ഡെക്കറേറ്റ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. കൊള്ളാം കേട്ടോ, സംഭവം എന്തായാലും രസമുണ്ട് കാണാൻ. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഒരു വിശപ്പിൻ്റെ വിളി ഞങ്ങൾക്കും ഉണ്ടായി. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പിന്നെ കട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അങ്ങ് സെറ്റാക്കി. തിരച്ചിൽ നിർത്താൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇനിയും തിരഞ്ഞുകൊണ്ടിരിക്കണം, എന്നല്ലേ നമുക്ക് ഓരോ സാധനം കിട്ടുള്ളൂ. ഇന്നത് തന്നെ മേടിക്കണം എന്നൊന്നുമില്ല, കിട്ടുന്നത് എടുക്കുക എന്നാണല്ലോ. പക്ഷെ ഞാൻ നോക്കി നടന്ന സാധനം എനിക്ക് കിട്ടി. വില കുറച്ചധികം കൂടുതലായിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തേച്ചാൽ പല്ല് വെളുക്കുമെന്നുള്ള തോട്ട് എൻ്റെ മൈൻഡിലുള്ളത് കൊണ്ട് ഞാൻ എടുക്കാമെന്ന് വെച്ചു. നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇതുപോലത്തെ ടോയ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഇരട്ടിയായിട്ടുണ്ട്. എവിടെ തിരിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. പിള്ളേർ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം കിഡ്സിൻ്റെ ഓരോ ടോയ്സും കാര്യങ്ങളും. ചേടാ, ഇത് എവിടെ പോയാലും കാണുമല്ലോ പിന്നെ എൻ്റെ മുന്നിൽ. എന്തോ ചെയ്യാനാ? ഇനി കുറച്ച് ലെൻസ് കാർട്ടിലെ ഷോ കാണാം. അവിടെ ഓഫർ ടൈമാണ്. മിക്കപ്പോഴും അവിടെ ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഓഫർ ടൈമിലാണല്ലോ പോകുന്നതും. കിച്ചു അവിടെ മൊത്തം ഒരു അരിച്ചുപുറക്കലാണ്. സമയപരിധി കാരണം ഞാൻ അടുത്ത ഷോപ്പിൽ കയറി. കിച്ചൺ ഐറ്റംസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കിച്ചൺ ഡെക്കോർ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് എടുക്കും. പക്ഷെ വിലയും കൂടെ നോക്കും. അതുകൊണ്ട് ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, കൂടെ ക്യാഷും കൂടെ വേണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ ലെൻസ് കാർട്ടിലേക്ക് തന്നെ പോയി. അവിടെ ഏകദേശം കഴിയാറായി എന്നൊക്കെ പറയാം, എന്നാലും തീർന്നിട്ടില്ല. ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് ഉള്ളത് കൊണ്ട് ഞാനും ചുമ്മാ നോക്കിയത് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടായി. ഈ സ്പെക്ക് എനിക്കിഷ്ടമായി.